ഫാമിങ്ങിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നൊരു മെക്കാനിസം, ഈ കൃഷി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ഫ്രൂട്ട്സ്, സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് വാല്യുവേഷൻ, ഇതെല്ലാം കിട്ടണമെങ്കിൽ കൃഷി സയൻറ്റിഫിക്കായിട്ട് ചെയ്താലേ ഒക്കുള്ളൂ. സാധാരണ ഈ ഇന്ത്യൻ ഫാർമർ ബോൺ ഇൻ ഡെപ്റ്റ്, ലിവ്സ് ഇൻ ഡെപ്റ്റ്, ഡൈസ് ഇൻ ഡെപ്റ്റ്, ആ കൺസെപ്റ്റ് ഇന്നത്തെ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് 2-3 നമ്മുടെ തലമുറകൾ അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഇന്നത്തെ ജനറേഷനെ കൃഷിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ന്യായമായ ഔട്ട്പുട്ട് വേണം, ഇൻകം വേണം, അവൻ എൻഗേജ്ഡ് ആയിരിക്കണം. അതൊരു എൻ്റർടൈൻമെൻറ്റ് ലെവലിലേക്ക് കൃഷി ചെയ്യണം. കൃഷി എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ പാടത്ത് വരുന്നതിൽ ആരൊന്നും തയ്യാറാവില്ല. അപ്പോൾ കൃഷി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഹരിയാനയിലും രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ പോയാൽ കാണാം ഹൈടെക് ബെൻസില കർഷകർ ഫാമിലേക്ക് വരുന്നത്, കാളവണ്ടിയിൽ വന്നിരുന്നവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, പഴയ ഓർത്തഡോക്സ് സ്റ്റൈലിൽ കൃഷിയിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ഒരു 50% ഷിഫ്റ്റ് ചെയ്തു. ഇനി ഒരു 2 വർഷം കൂടി കഴിയുമ്പോൾ ഫുള്ളി നമ്മളിപ്പോഴത്തെ എല്ലാ ടെക്നോളജിയും കിട്ടാവുന്ന എല്ലാം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് കൃഷി ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും.